Hi everyone, this is Rensi from Groww Malayalam channel. ഈ ഒരു വർഷത്തെ മാർക്കറ്റ് വോളറ്റിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ കമ്പനികളും അവരുടെ പീക്ക് ലെവലിൽ നിന്ന് താഴേക്ക് പോയതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പക്ഷേ ഒരു കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ 141% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കമ്പനി പല ഇൻഡസ്ട്രികൾക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം പവർ ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റെയിൽവേസ്, റിന്യൂവബിൾ എനർജി, മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, കോസ്മെറ്റിക് ആൻഡ് സ്കിൻ കെയർ, ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് പാക്കിംഗ് ആൻഡ് പ്രൊഡക്ട്സ്, മറൈൻ, അങ്ങനെ പലതും. ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രികൾക്കൊക്കെ സർവീസ് ചെയ്യുന്ന അവർ കേബിൾ സൊല്യൂഷൻ, സ്പെഷ്യാലിറ്റി ഓയിൽസ്, പോളിമേഴ്സ്, ലൂബ്രിക്കൻസ്, കണ്ടക്ടേഴ്സ്, അതുപോലെ സ്പെഷ്യാലിറ്റി ഓട്ടോമോട്ടീവ് പ്രൊഡക്റ്റുകൾ ത്രൂ ഒക്കെയാണ്. അപ്പം ഏതാണ് ആ കമ്പനി എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ കമ്പനിയുടെ പേരാണ് അബാർ ഇൻഡസ്ട്രീസ്. സോ നമുക്ക് ഇനി ടൈം കളയാതെ കമ്പനീനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ലിങ്ക് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. 1958 ലേറ്റ് ശ്രീ ധർമ്മസിൻ ഡി ദേശായി ആണ് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടർ മാനുഫാക്ചറിംഗിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത് ആദ്യം. പിന്നെ ഒരു 60 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ ഡൈവേഴ്സിഫൈഡ് $1 ബില്യൺ കമ്പനിയായിട്ട് വളർന്നു വന്നു. അപ്പോൾ അവർക്ക് 140-ലധികം രാജ്യങ്ങളിൽ കമ്പനിക്ക് റീച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കണ്ടക്ടേഴ്സ്, കേബിൾസ്, സ്പെഷ്യാലിറ്റി ഓയിൽസ്, പോളിമേഴ്സ്, അതുപോലെ ലൂബ്രിക്കൻസിൻ്റെ ഒക്കെ ഫേമസ് മാനുഫാക്ചർ അതുപോലെ തന്നെ സപ്ലയറും കൂടിയാണ് ഇവർ. ഇപ്പം കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി ഒക്കെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടി അലോ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇപ്പം പല ആപ്ലിക്കേഷനിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ വീടിൻ്റെ അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ വയറിങ്ങിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ കേബിൾസ്, അതുപോലെ തന്നെ പല ഇലക്ട്രിക്കൽ കമ്പോണൻസിൻ്റെ പ്രൊഡക്ഷനിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം കേബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊരു ഡിവൈസ് ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ സിഗ്നലൊക്കെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയിപ്പോൾ സ്പെഷ്യാലിറ്റി ഓയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് യൂസിന് അല്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഓയിൽസ് ആണ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഞ്ചിൻസിന് വേണ്ടിയിട്ടുള്ള ഓയിൽസ്, ഹൈഡ്രോളിക് ഓയിൽസ്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ ഓയിൽസ് ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. പല ഇൻഡസ്ട്രിയിലും സ്പെഷ്യാലിറ്റി ഓയിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓട്ടോമോട്ടീവ് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനിലൊക്കെ. ഇനിയിപ്പോൾ പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചെറിയ മോളിക്യൂൾസ്, അതിനെ നമ്മൾ പറയുന്നതാണ് മോണോമേഴ്സ്. അപ്പോൾ ഇത് കൂട്ടിച്ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു മോളിക്യൂളാണ് പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഇതൊരു ചെയിൻ ത്രൂ ആണ് ഇത് ലിങ്ക്ഡ് ആയിരിക്കും. അപ്പം ഇത് വേണമെങ്കിൽ നാച്ചുറൽ ആവാം അല്ലെങ്കിൽ സിന്തറ്റിക് ആവാം. അതുപോലെ തന്നെ ഇത് നമുക്ക് പല മെറ്റീരിയൽസിലും നമുക്കിപ്പോൾ കാണാം. ലൈക്ക് ഇപ്പോൾ പ്ലാസ്റ്റിക്, റബ്ബർ, അതുപോലെ തന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രൊഡക്ട്സിലും ഇതുണ്ട്. ഇനിയിപ്പോൾ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. സോ കോൺടാക്ട് വരുന്ന രണ്ട് സർഫസിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ലൂബ്രിക്കൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇത് നമ്മൾ പല ആപ്ലിക്കേഷനിലും യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം എഞ്ചിൻ ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ പല മെക്കാനിക്കൽ സിസ്റ്റത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് അലുമിനിയം ആൻഡ് അലോയ് കണ്ടക്ടർ മാനുഫാക്ചർ ആണ് അബാർ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. അതുപോലെ തന്നെ ലോകത്തെ 3rd ലാർജസ്റ്റ് ട്രാൻസ്ഫോമർ ഓയിൽ മാനുഫാക്ചറും ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പല റേഞ്ചുള്ള കേബിൾ മാനുഫാക്ചറും കൂടിയാണ് ഇവർ. ഇനി നമുക്ക് കമ്പനിയുടെ വർക്കിംഗ്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിക്ക് 4 മെയിൻ സെഗ്മെന്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ വരുന്നതാണ് കണ്ടക്ടേഴ്സ്, കേബിൾസ്, സ്പെഷ്യാലിറ്റി ഓയിൽസ്, അതുപോലെ തന്നെ ലൂബ്രിക്കൻസ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഇവരുടെ സെഗ്മെന്റ് വൈസ് ബ്രേക്കപ്പ് നമുക്കിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോ സെഗ്മെന്റ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടക്ടേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ കണ്ടക്ടർ മാനുഫാക്ചറിൽ ഒരാളാണ് അബാർ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. അപ്പോൾ അവർ 100-ലധികം രാജ്യങ്ങളുള്ള കസ്റ്റമേഴ്സിനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ട്രഡീഷണൽ അതുപോലെ ന്യൂ ജനറേഷൻ സ്പെഷ്യാലിറ്റി കണ്ടക്ടേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന കണ്ടക്ടേഴ്സിൽ വരുന്നതാണ് കണ്ടിന്യൂസ്ലി ട്രാൻസ്പോസ്ഡ് കണ്ടക്ടേഴ്സ്, പേപ്പർ ഇൻസുലേറ്റഡ് കോപ്പർ കണ്ടക്ടേഴ്സ്, റെയിൽവേ ഓവർഹെഡ് കണ്ടക്ടേഴ്സ്, കോപ്പർ റോഡ്സ്, ട്രഡീഷണൽ ഓവർഹെഡ് കണ്ടക്ടേഴ്സ്, അലുമിനിയം, അതുപോലെ തന്നെ അലോയ് റോഡ്സ് ഒക്കെ. ഇനിയിപ്പോൾ ഇവർ സെർവ് ചെയ്യുന്ന ഇൻഡസ്ട്രിയിൽ വരുന്നതാണ് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റെയിൽവേ, റിന്യൂവബിൾ എനർജി, മോട്ടോഴ്സ് ആൻഡ് ജനറേറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, റിന്യൂവബിൾ എനർജി ഒക്കെ. ഇനിയിപ്പോൾ ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റിൽ വരുന്നവരാണ് അദാനി, ടാസിൻ ആൻഡ് ടുബ്രോ, ടാറ്റ, പവർ ഗ്രിഡ്, പവർ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ഒക്കെ. നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ CTC ഗ്ലോബൽ US നിന്ന് ഒരു ടെക്നോളജി ടൈപ്പ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് ACCC കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഉരുക്കിയ മെറ്റൽ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹിൻഡാൽക്കോ ആയിട്ട് ഒരു എഗ്രിമെൻറ്റും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മെഗാ ടണ്ണിന് മുകളിൽ 1200 രൂപ അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ കമ്പനിയുടെ പുതിയ ഓർഡർ ഇൻഫ്ലോ 123% കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ 2022 ഹയസ്റ്റ് റെക്കോർഡ് റവന്യൂ അച്ചീവ് ചെയ്യാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം.
ഇനി അടുത്ത സെഗ്മെന്റ്സ് കേബിൾസ് ആണ്. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ പല റേഞ്ചുള്ള കേബിൾസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് മീഡിയം വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് ഹൗസ് കേബിൾസ്, പവർ കേബിൾസ്, ഇലാസ്റ്റോമറിക് കേബിൾസ്, ഫൈബർ ഓപ്റ്റിക് കേബിൾസ്, അതുപോലെ സ്പെഷ്യാലിറ്റി കേബിൾസ് ഒക്കെ. അപ്പോൾ ബ്രോഡ്ബാൻഡ് ഫൈബർ ഓപ്റ്റിക് കേബിൾസിൻ്റെ ലീഡറാണ്, അതുപോലെ ലാർജസ്റ്റ് എക്സ്പോർട്ടറിൽ ഒരാളും കൂടിയാണ് ഇവർ. അപ്പോൾ കഴിഞ്ഞ 10 വർഷങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ കേബിൾ സെഗ്മെന്റിന് ഒരു കൺസിസ്റ്റന്റ് ഗ്രോത്ത് ആണ് ഉള്ളത്, ഓവർ 25% CAGR. അപ്പോൾ പല റേഞ്ചിലുള്ള സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രികളിലൊക്കെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് ടെലികമ്മ്യൂണിക്കേഷൻ, നേവൽ ഷിപ്സ് ആൻഡ് സബ്മറൈൻസ്, സോളാർ ആൻഡ് വിൻഡ് ടർബൈൻസ് ഒക്കെ. അപ്പോൾ മീഡിയം വോൾട്ടേജ് കവേർഡ് കണ്ടക്ടേഴ്സ്, പ്രഷർ ടൈപ്പ് കേബിൾസ്, 66 kV കേബിൾസ് ആൻഡ് കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ റെയിൽവേയിലേക്കുള്ള കൂടുതൽ പ്രൊഡക്റ്റിലൊക്കെ കമ്പനി പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 എക്സ്പോർട്സ് റവന്യൂയിലേക്ക് 29% കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫൈനാൻഷ്യൽ 2021 20% ആയിരുന്നു. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി നമ്മുടെ അടുത്ത സെഗ്മെന്റ് ആണ് സ്പെഷ്യാലിറ്റി ഓയിൽസ്. അപ്പം ഈ ഒരു സെഗ്മെന്റിന്റെ കീഴിൽ കമ്പനി 350-ലധികം വെറൈറ്റിയിലുള്ള ഗ്രേഡ് ഓയിൽസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500-ലധികമുള്ള വേരിയേഷനുള്ള ട്രാൻസ്ഫോമർ ഓയിൽസ്, വൈറ്റ് ഓയിൽസ്, അതുപോലെ പെട്രോളിയം ജെല്ലി. അപ്പം ഇനി കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം സീരീസ് ഓഫ് ഓയിൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് അറിയപ്പെടുന്നത് പവർ ഓയിൽ എന്നാണ്. 5 പതിറ്റാണ്ടിനുള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബിസിനസ് നല്ല രീതിയിലാണ് വളർന്നേക്കുന്നത്. അപ്പം ഇയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 4 ലക്ഷം കിലോ ലിറ്റേഴ്സ്, അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ 1,20,000 കിലോ ലിറ്റേഴ്സ് ആണ്. ഇനിയിപ്പോൾ ഇവരുടെ ക്ലയൻറ്റ് ലിസ്റ്റ് ഉള്ളവരാണ് ഡോക്ടർ റെഡ്ഡീസ്, ലോറിയൽ, തോഷിബ, ഡാബ്, ഹുണ്ടായി ഒക്കെ. ഇന്ത്യയിൽ ഇപ്പം ട്രാൻസ്ഫോമർ ഓയിൽ എക്സ്പ്ലോർ ചെയ്തതിൽ ആദ്യത്തെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഇവർക്ക് പവർ ട്രാൻസ്ഫോമർ ഓയിലിൽ 60% മാർക്കറ്റ് ഷെയറും, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഓയിലിൽ 40% മാർക്കറ്റ് ഷെയറും ആണ് ഉള്ളത്. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഈ ഒരു സെഗ്മെന്റ് ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി ഈ ഒരു ബിസിനസ്സിൽ ലാസ്റ്റ് സെഗ്മെന്റ് ആണ് ലൂബ്രിക്കൻസ്. അപ്പോൾ അബാർ ഇൻഡസ്ട്രീസ് ഹൈ ക്വാളിറ്റി വെറൈറ്റി ഓട്ടോമോട്ടീവ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ലൂബ്രിക്കൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ലൂബ്രിക്കൻ സെക്ടറിലെ മെയിൻ ലോക്കൽ പ്ലെയർ ആണ് അബാർ ഇൻഡസ്ട്രീസ്. അപ്പോൾ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 ലൂബ്രിക്കൻ ബ്രാൻഡ്സ് ആണ് പവർ ഓയിൽ, ENI, അതുപോലെ തന്നെ ആർക്കോസ്. അപ്പം ഇവരുടെ ലോക്കൽ ചാനൽ പാർട്ട്ണർ ത്രൂ 30-ലധികം രാജ്യങ്ങളിലേക്ക് പവർ ഓയിൽ ലൂബ്രിക്കൻസ് പ്രൈമറി ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ക്ലയൻസ്, അതുപോലെ റീറ്റെയിൽ വെഹിക്കിൾ ലൂബ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ മെയിൻ ഫോക്കസ് അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പോൾ ട്രാക്ടർ OEMസിന്റെ ലീഡിംഗ് സപ്ലയർ ആണ് ഇവർ. ഇനിയിപ്പോൾ ഫൈനാൻഷ്യൽ 2022 ഈ ഒരു സെഗ്മെന്റ്സിന്റെ ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി കമ്പനിക്ക് ഈ 4 സെഗ്മെന്റ്സ് കൂടാതെ പോളിമർ ബിസിനസ്സിലും പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ 2022 കമ്പനി 62% റവന്യൂ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 38% റവന്യൂ എക്സ്പോർട്ട് ബിസിനസ്സിനും ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി പല ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡസ്ട്രീനെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് പറയാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ കേബിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ റിപ്പോർട്ട്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് വയർ, അതുപോലെ തന്നെ കേബിൾ മാർക്കറ്റൊക്കെ 2020 മുതൽ 2025 ഇടയ്ക്ക് നോക്കുകയാണെങ്കിൽ $1.65 ബില്യൺ കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, വിത്ത് 4% CAGR. ഇപ്പോൾ COVID-19 ടൈം, അതുപോലെ തന്നെ അതിനുശേഷമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഗ്രോത്ത് ഒക്കെ മോശമായിട്ടാണ് അഫക്റ്റ് ആയേക്കുന്നത്. അപ്പോൾ റിന്യൂവബിൾ എനർജി ജനറേഷൻ കൂടുന്നതാണ് ഇലക്ട്രിക് കേബിൾ, അതുപോലെ വയർ മാർക്കറ്റിന്റെ എക്സ്പാൻഷൻ്റെ ഒരു മെയിൻ ഫാക്ടർ വരുന്നത്. പക്ഷേ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഓയിൽസിൻ്റെ പ്രൊഡക്ഷൻ, അതുപോലെ കൺസപ്ഷനിൽ ഫാസ്റ്റ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റ് ആയിട്ടാണ് ഇന്ത്യനെ കൺസിഡർ ചെയ്യുന്നത്. സോ 2032 അവസാനമാകുമ്പോഴേക്കും ഇന്ത്യയിൽ സ്പെഷ്യാലിറ്റി ഓയിൽ ഇൻഡസ്ട്രി ഒക്കെ 10,811.6 മില്യൺ റീച്ച് ചെയ്യും എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്പെഷ്യാലിറ്റി ഓയിൽ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്ന പല എൻഡ് യൂസർ ഇൻഡസ്ട്രികളിൽ പ്രൊഡക്റ്റുകൾ ഡിമാൻഡ് കൂടുന്നതുകൊണ്ടാണ്. ലൈക്ക് ഇപ്പോൾ മാനുഫാക്ചറിങ്, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫാർമസ്യൂട്ടിക്കൽ, ഫുഡ് ആൻഡ് ബിവറേജസ്, അതുപോലെ തന്നെ ഓട്ടോമോട്ടീവ്സ് ഒക്കെ. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആക്ച്വലി കമ്പനിയുടെ വർക്കിംഗ് എന്താണ്? അപ്പോൾ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കണ്ടക്ടേഴ്സ്, അതുപോലെ TSOയുടെ മാനുഫാക്ചറിംഗ് എൻഗേജ്ഡ് ആയിട്ടുള്ള ലാർജസ്റ്റ് കമ്പനികളിൽ ഒരാളാണ് അബാർ ഇൻഡസ്ട്രീസ് എന്നുള്ളത്. അപ്പോൾ കണ്ടക്ടർ ബിസിനസ്സിൽ പല വെൽ നോൺ ക്ലയൻറ്റുകൾക്ക് അവർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അദാനി ഗ്രൂപ്പിന്, അതുപോലെ തന്നെ പല സ്റ്റേറ്റ് ഗവൺമെൻറ് ഏജൻസികൾക്കൊക്കെ. അപ്പോൾ ഇതൊന്നും കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഓൺഗോയിങ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡേഷന് വേണ്ടി കണ്ടക്ടേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാകുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ ഒരു ഗ്രോത്ത് അവർക്ക് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ അടുത്തൊരു സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡൈവേഴ്സിഫൈഡ് റവന്യൂ പ്രൊഫൈലാണുള്ളത്. അപ്പോൾ ഓരോ സെഗ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെൽ എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് പൊസിഷനാണ് അവർക്കുള്ളത്.
ഇനിയിപ്പോൾ കമ്പനിയുടെ ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ടർ കാരണം അവർ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഓർഡർ എക്സിക്യൂഷൻ, അതുപോലെ അപ്രൂവലൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ്, അതുപോലെ കൺസ്ട്രക്ഷൻ കമ്പനീസിന് ഫിനാൻസ് അറേഞ്ച്മെന്റ് ഒക്കെ ഡിലേ വരുന്നുണ്ട്. അതായത് ഇവരുടെ ഓപ്പറേഷന് ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റലിൽ ആവശ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു ചലഞ്ച് വരുന്നത് എന്താ വെച്ചാൽ ഇവരുടെ റവന്യൂവിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് കൺവെൻഷണൽ കണ്ടക്ടേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു അൺസ്റ്റേബിൾ ഫ്രൈറ്റ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ലോവർ ഓപ്പറേറ്റിംഗ് മാർജിൻ ആണ് ഉള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഓവർ ദി ഇയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി സ്ട്രോങ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ് എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരുടെ കൺസോളിഡേറ്റഡ് റവന്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2017 4840 കോടിയിൽ നിന്ന് 9358 കോടിയായിട്ട് ഇപ്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ 10-year റവന്യൂ ഗ്രോത്ത് CAGR വന്ന് 10%, 10-year പ്രോഫിറ്റ് ഗ്രോത്ത് CAGR വന്ന് 13% ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ മെട്രിക്സ് നമുക്ക് സ്ക്രീനിൽ നോക്കാം. കമ്പനിയുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 1633.40, P 17.2, ഡെറ്റ് ടു ഇക്വിറ്റി 0.23, 5-year sales CAGR 14.04, ROE 16.1, 1-year returns 141.10%, 5-year return 16%. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ടെക്നിക്കൽ മെട്രിക്സ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. 200 DMA, ദാറ്റ് ഇസ് 200 ഡേ മൂവിംഗ് ആവറേജ്, അതുപോലെ തന്നെ RSI 14. സോ 200 DMA 1464.2, RSI 14 65. ഇനി ഓവർ ദി ഇയർ സ്റ്റോക്ക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കമ്പനി 141% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 6.4% ആണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അതായത് വലിയൊരു മാർജിൻ തന്നെ ഇവർ സെൻസെക്സ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 5-year റിട്ടേൺസ് നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, അതായത് ഇവർ സെൻസെക്സ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഇന്ന് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസും ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ് ഈ ഒരു കമ്പനി പ്ലേസ് ചെയ്തേക്കുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു കാര്യം നമ്മളിവിടെ റിമൈൻഡ് ചെയ്യുവാണ്, ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തേക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഡീറ്റെയിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു കമ്പനിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ നമുക്കിതുപോലെ യൂസ്ഫുൾ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് പെട്ടെന്ന് കാണാം. സോ ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.